നമസ്കാരം. ഞാനിന്ന് മൈഗ്രെയിൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മൈഗ്രെയിൻ തലവേദന ഇന്ന് വളരെയധികം ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് IT പ്രൊഫഷണൽസ്, സിസ്റ്റത്തിന് മുമ്പിലോ ലാപ്ടോപ്പിന് മുമ്പിലിരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, വളരെയധികം സ്ട്രെസ് എടുത്ത് സ്ട്രെയിൻ എടുത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന ആൾക്കാർ, മണിക്കൂറുകളോളം വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ആൾക്കാർ, ഇവരെയാണ് മൈഗ്രെയിൻ കൂടുതൽ ബാധിക്കുന്നത്. ഇനി മൈഗ്രെയിൻ ബാധിക്കുന്നതിനുള്ള കാരണങ്ങൾ, അതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. മൈഗ്രെയിൻ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ 3 തരത്തിലാണ്. ഒന്ന് ജോബ് റിലേറ്റഡ് ഫാക്ടേഴ്സ്, അടുത്തത് ഡയറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ്, അടുത്തത് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ്. ജോബ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ജോലി മൂലം ഉണ്ടാകുന്ന കാരണങ്ങൾ, ഡയറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ഭക്ഷണം മൂലം ഉണ്ടാകുന്ന കാരണങ്ങൾ, എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് പരിസ്ഥിതി മൂലം ഉണ്ടാകുന്ന കാരണങ്ങൾ. ഇനി അതിൽ ആദ്യത്തേത് ജോബ് റിലേറ്റഡ് ഫാക്ടേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെയധികം സ്ട്രെസ് എടുത്ത് സ്ട്രെയിൻ എടുത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന ആൾക്കാർ, ഏറെ നേരം ഒരു തരത്തിലും വിശ്രമമില്ലാതെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, വളരെയധികം ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ വളരെയധികം ലൗഡ് നോയ്സ് അതിൻ്റെ ഇടയിലൊക്കെ വന്ന് ജോലി ചെയ്യേണ്ട ആൾക്കാർ, ഇവരെയാണ് മൈഗ്രെയിൻ കൂടുതലായിട്ടും ബാധിക്കുന്നത്. ഇനി ഡയറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ഡയറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സിൽ പ്രധാനമായിട്ടും വരുന്നത്, നിങ്ങൾ കഫെയിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ അമിതമായി കാപ്പി കുടിക്കുന്നു, അമിതമായി ചായ കുടിക്കുന്നു, അമിതമായി കോള ഐറ്റംസ് കുടിക്കുന്നവരാണെങ്കിൽ, അതുമല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാതെ വരുമ്പോൾ, അതല്ലെങ്കിൽ വെള്ളം വളരെ കുറവ് കുടിക്കുന്നവരാണെങ്കിൽ, മാത്രമല്ല ഭക്ഷണത്തിൽ നിങ്ങൾ വളരെയധികം സ്പൈസ്, എണ്ണ, പൊരിച്ചത്, വറുത്തത് സാധനങ്ങൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ, ഇതെല്ലാമാണ് ഡയറ്റിൽ വരുന്ന ഡയറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സായി വരുന്നത്. ഇനി എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ചേഞ്ചസ്, അതായത് പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന കാരണങ്ങളാണ് പറയാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനം ടെമ്പറേച്ചർ റിലേറ്റഡ് ചേഞ്ചസ് ആണ്. അതായത് ചൂട് തണുവ് മാറിയിരിക്കുക, ചൂട് തണുവ് മാറി കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുക, ഇതിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇതിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് പ്രധാന കാരണം. ഇനി ചില ആളുകൾ വളരെയധികം തണവടിച്ച് ജോലി ചെയ്യേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. തണുവ് വളരെയധികം അടിക്കുക, മുഖത്ത് വളരെയധികം തണവടിച്ച് ആ തണുവിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ആൾക്കാർ, ഇവയെല്ലാമാണ് പരിസ്ഥിതി മൂലം ഉണ്ടാകുന്ന കാരണങ്ങൾ. ഇനി മൈഗ്രെയിന് ആയുർവേദം നിർവചിച്ചിരിക്കുന്നത് അർത്ഥാവഭേദകം എന്നാണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അർത്ഥം, അതായത് തലയുടെ അർത്ഥഭാഗത്തെ എഫക്റ്റ് ചെയ്യുന്നതാണ് മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറയുന്നത്. അതിലുണ്ടാകുന്ന വേദനയ്ക്ക് പറയുന്ന പേരാണ് ത്രോബിങ് പെയിൻ, പൾസേറ്റിംഗ് പെയിൻ തുടങ്ങിയത്. ആ ഒരു വിശേഷണമാണ് ത്രോബിങ്, പൾസേറ്റിംഗ് ആയിട്ടുള്ള പെയിനാണ് മൈഗ്രെയിനിൽ വരുന്നത്. ഇനി നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്ന, ഞാൻ ക്യൂർ ചെയ്യാവുന്നതല്ല പറയണേ, മാനേജ് ചെയ്യാവുന്ന ചില ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ചെറിയ ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൈഗ്രെയിൻ ബാധിക്കപ്പെട്ടുള്ള ഒരാൾ ചെയ്യേണ്ടത് പരിപൂർണ്ണ വിശ്രമമാണ്. പ്രോപ്പർ റെസ്റ്റ് വളരെയധികം അത്യാവശ്യമാണ്. ചില ആളുകൾ കാണാം തലവേദന വെച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, കഠിനമായ പല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾ പൂർണ്ണമായും വർജിക്കേണ്ടതാണ്. ഇനി അടുത്തതാണ് യോഗയും പ്രാണായാമവും. ഈ പ്രാണായാമത്തിൽ തന്നെ 3 പ്രാണായാമം നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യത്തെ ഭ്രമരി പ്രാണായാമം, പിന്നെ നാഡിശോധന പ്രാണായാമം, പിന്നെ കപാലഭാതി പ്രാണായാമം. ഇതിൽ ഭ്രമരി പ്രാണായാമം നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് എടുത്തുകൊണ്ട് ചെവികൾ രണ്ടും അടച്ചു വെച്ചിട്ട് ശ്വാസം വിടുന്നതിനൊപ്പം തന്നെ ഒരു ചെറിയൊരു ശബ്ദവും കൂടി പുറപ്പെടുവിക്കുക. ഭ്രമരി ഉദ്ദേശിക്കുന്നത് വണ്ട് എന്നാണ്. ആ വണ്ട് പോലെ തന്നെ നമ്മൾ സൗണ്ട് പുറത്തേക്ക് വിടേണ്ടതാണ്. ആ സൗണ്ട് പുറത്തേക്ക് വിടുന്നൊപ്പം തന്നെ നമ്മൾ പുറത്തേക്ക് ശ്വാസം വിടുക എന്നതാണ് ഭ്രമരി പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് നാഡീശോധന പ്രാണായാമമാണ്. വളരെയധികം എളുപ്പമുള്ളൊരു പ്രാണായാമമാണ് നാഡീശോധന പ്രാണായാമം. ഒരു മൂക്ക് അടച്ചു പിടിച്ചുകൊണ്ട് തന്നെ മറ്റേ മൂക്കിലൂടെ ശ്വാസം എടുക്കുക, എന്നിട്ട് ആ മൂക്ക് അടച്ചു വെച്ചിട്ട് അടുത്ത മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് പലവട്ടമായി നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നാഡീശോധന പ്രാണായാമത്തിൽ വരുന്നത്. ഇനി അടുത്തത് കപാലഭാതി പ്രാണായാമമാണ്. നമ്മൾ പറയുന്നത് കേൾക്കാൻ സാധ്യതയുള്ള പ്രാണായാമമാണത്. ശ്വാസം വളരെയധികം തീക്ഷ്ണമായി ഉള്ളിലോട്ടെടുക്കുകയും പലവട്ടമായി പുറത്തേക്ക് വിടുന്നതാണ് കപാലഭാതി പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചില യോഗാസനങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് ഭുജംഗാസനം. ഭുജംഗാസനം എന്ന് ഉദ്ദേശിക്കുന്നത് ഭുജംഗം, നമുക്കറിയാം പാമ്പ്, സർപ്പം. ഈ സർപ്പം കോബ്ര പോസ് എന്നാണ് പറയുക. നമ്മൾ കമിഴ്ന്ന് കിടന്നിട്ട് കൈ രണ്ടും സൈഡിലായിട്ട് വെച്ചിട്ട് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരിക. ഒരു സർപ്പത്തിൻ്റെ ആകൃതിയിലാവുകയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴ്ന്നു പോവുകയാണ് ഭുജംഗാസനത്തിൽ ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് ചെയ്യാവുന്നത് ശശാങ്കാസനമാണ്. റാബിറ്റ് പോസ്, മൊയലിൻ്റെ പോസാണ് പറയുക. നമ്മൾ വജ്രാസനത്തിൽ ഇരുന്നുകൊണ്ട്, കാല് ചേർത്തിട്ട് ഇരുന്നുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ 2 കൈയും നെറ്റിയും കൊണ്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് താഴോട്ട് മുട്ടിക്കുക. ഇതാണ് ശശാങ്കാസനത്തിൽ വരുന്നത്. ഇനി അടുത്ത് സൂര്യനമസ്കാരമാണ്. ഈ പറഞ്ഞ 2 ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സൂര്യനമസ്കാരം 10-12 സ്റ്റെപ്പുള്ള ഒരു സൂര്യനമസ്കാരം ഡെയിലി ഒരു 3-4 പ്രാക്ടീസ് ചെയ്യുന്നത് തലവേദനകളും പിന്നെ തലയ്ക്ക് ഉണ്ടാകുന്ന ചില പെരുപ്പുകളൊക്കെ മാറാൻ വളരെയധികം നല്ലതാണ്. ഇനി അടുത്തത് കൃത്യമായ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കൃത്യമായ സമയത്ത് കഴിക്കുക. വളരെ ലൈറ്റ് ഡയറ്റ് കഴിക്കുക. ലൈറ്റ് ഡയറ്റാണ് നമ്മൾ കഴിക്കേണ്ടത് ഇതിൽ. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം കുടിക്കേണ്ടത്. വെള്ളം കൃത്യ ഇടവേളകളിൽ നല്ലോണം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്.
രാത്രി ഭക്ഷണം വളരെ ലൈറ്റായിട്ട് കഴിക്കുക. നൈറ്റ് ഡയറ്റ് ഷുഡ് ബി ലൈറ്റ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ അതിലൂടെ രാത്രി ഭക്ഷണം വളരെയധികം കുറച്ച് കഴിക്കുകയും രാത്രി ഭക്ഷണത്തിൽ വളരെയധികം നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചേർക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് മലശോധന ഉറപ്പുവരുത്താവുന്നതാണ്. കൃത്യമായ മലശോധനയുള്ള ആൾക്ക് ഒരു തരത്തിലുള്ള തലവേദനയോ തലയ്ക്ക് പെരുപ്പങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇവയെല്ലാമാണ് നമുക്കിപ്പോൾ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില ടിപ്സ്. ഇനി നിങ്ങൾക്ക് വളരെ ക്രോണിക്കായിട്ട് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ട് കാലങ്ങളായിട്ട് നിങ്ങൾക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് മെഡിക്കേഷൻ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു വൈദ്യൻ്റെ അടുത്ത് പോയി കൺസൾട്ടേഷൻ എടുക്കുന്നത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. താങ്ക് യു സോ മച്ച്.